ഹായ് ഓൾ, അപ്പം എല്ലാവരെയും ഏകണ്ടെ CUT ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ക്യുഎറ്റ് അല്ലെങ്കിൽ CUTയുടെ UG എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകൺ പുതിയൊരു വെർട്ടിക്കൽ അല്ലേ, പുതിയൊരു യൂട്യൂബ് ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഏകണ്ട് അക്കാഡമിക് ഡയറക്ടർ ആയിട്ടുള്ള പ്രശോഭ് സാറാണ്. അപ്പോൾ പിയാറെ ക്യുഎറ്റിനെ കുറിച്ചിട്ട് മെഗാ ലോഞ്ച് അല്ലേ? അപ്പൊ ഏഗൺ ലേണിംഗ് നിങ്ങളുടെ മുന്നിൽ വളരെ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ചാനലാണ്. കഴിഞ്ഞ +2 എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പലരും പല എക്സാമുകളും CUT അടക്കം പല എക്സാമുകളിലേക്കുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. JEE സ്റ്റാർട്ട് സെക്കൻഡ് സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതിനുശേഷം നീറ്റ് എക്സാം വരുന്നുണ്ട്. ഒപ്പം അതിന്റെ ഇടയിൽ ഇതിലൊന്നും അല്ലാണ്ട് നമുക്ക് CUT എന്ന് പറയുന്നത് എന്താ പറയുക, ഇന്ത്യയിലെ ഏറ്റവും ഡ്രീം പല കുട്ടികളുടെയും, കേരളത്തിലെ പല കുട്ടികളുടെയും ഡ്രീം ആണ്. വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക, നല്ല ക്യാമ്പസുകളിൽ പഠിക്കുക എന്ന് പറയുന്നത്. അതിലേക്കുള്ള എക്സാം ആണ്. അതിനുള്ളൊരു വാതിലാണ് ഏകൻ നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നത്. അതിനുള്ള വാതിൽ എന്ന് പറയുമ്പോൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഈ ഒരു ലോഞ്ചിലൂടെ, ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് യദുസാർ അടക്കമുള്ള ഇതിനു വേണ്ടിയിട്ട് വളരെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ എഷ്യൂർ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ സയൻസ് സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കുന്ന കുറെ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലോഞ്ചാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചാൻസ് ആണ്. ഇത് മിസ്സാക്കാതെ ഇതിന്റെ കൂടെ നിന്നുള്ള നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, നാളെ മുതൽ നമ്മളെ ഡെയിലി ലൈവുകളുണ്ടല്ലേ പിയാറെ? ഉറപ്പായിട്ടും കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ്. ഇതിനകത്ത് യദു സാർ പറയാനുള്ളത് എന്താ വെച്ചാൽ, റംസാൻ വരികയാണ്, വിഷു വരികയാണ്, ആഘോഷങ്ങളൊക്കെ മുന്നിലുണ്ട്. പഠനത്തിന് മാറിപ്പോകരുത്. ഇലക്ഷൻ ഒക്കെ വരുന്നുണ്ട്. ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പൊ പഠനത്തിനകത്ത് മാറിപ്പോകരുത്. നല്ലൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ തരുന്നുണ്ട്. നമ്മളിപ്പം ഇന്നത്തെ ഈ ഒരു ലോഞ്ചിനകത്ത് നിങ്ങളോട് പറയാനുള്ളത്, ഇതിന്റെ എന്താണ് പ്രത്യേകത, യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, കോഴ്സുകളൊക്കെ എങ്ങനെയാണ് നടത്തുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണ്, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അവസാനം നിങ്ങൾക്ക് ഇനി വരുന്ന പഠിക്കാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ, നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് പോകാൻ പോകുന്നത്, എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനും കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഞങ്ങൾ യദു സാറ് ഞാനും കൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഒന്നുമില്ല. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ, CUT എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം 20 ലക്ഷം കുട്ടികൾ, 17 ലക്ഷത്തോളം കുട്ടികൾ അല്ലേ? 17 ലക്ഷത്തോളം കുട്ടികളാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. NTA ആണ് നമ്മളെ നീറ്റ് എക്സാം ഒക്കെ നടത്തുന്ന. NTA ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. 2 വർഷമായിട്ടേ ഉള്ളൂ CUT സ്റ്റാർട്ട് ചെയ്തത്. CUT ആയിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ടേ ഉള്ളൂ CUT ആയിട്ട്. അതന്നെ ഇന്ന് രാത്രി, അതായത് April 5 രാത്രി 9:50 നിങ്ങൾക്ക് ഇന്നോട് കൂടിയിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അങ്ങോട്ടുള്ളത് നമ്മുടെ പ്രിപ്പറേഷൻ ആണ് അല്ലെ? അപ്പൊ പ്രിപ്പറേഷനിലേക്ക് പോകുമ്പോൾ ഇതിന്റെ എക്സാമിന്റെ സിലബസ്, ഇതിനകത്ത് കുറെ ആശങ്കകളുണ്ട്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, ലാംഗ്വേജ് എങ്ങനെ പോകണം, സബ്ജക്ട് എങ്ങനെ പോകണം, നമുക്ക് എവിടെയൊക്കെ കോഴ്സ് ചൂസ് ചെയ്യാനുണ്ട്. ഇതൊക്കെ ഈ ഒരു ചെറിയ സമയത്ത് എല്ലാം പറയില്ല. നമ്മളെ ചാനലിൽ ഇനിയും വീഡിയോസും സംഗതികളൊക്കെ വരും. എല്ലാം പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം ഹൈബ്രിഡ് മോഡാണ് എക്സാം എന്ന് NTA പറയുന്നുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആളുകളും CBT ആണ് ചൂസ് ചെയ്തത്. ഈ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത ഏരിയയിൽ മാത്രമേ അവർ ഓഫ്ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അല്ലെ? നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ. തീർച്ചയായും. പക്ഷെ കേരളത്തിലെ മിക്കവാറും കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു CBT തന്നെയാണ്. നമുക്ക് ഇവിടെ എല്ലാവർക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് ഓൺലൈൻ ആയിട്ട് എഴുതാവുന്നതാണ്. ഇതില് നമുക്കിവിടെ ഒരു പ്രൊവിഷൻ എന്താ വെച്ചാൽ, നമുക്ക് കോഴിക്കോടായാലും പിന്നെ കണ്ണൂരായാലും മലപ്പുറത്തായാലും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും നിങ്ങൾക്ക് ടെസ്റ്റുകൾ നടത്താനുള്ള സ്പേസ് സെന്ററിനകത്തുണ്ട്, ഏകണ്ണാത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് പിന്നീട് തരും. പ്രിപ്പറേഷൻ ഇടയിൽ നിങ്ങൾ അറിയിക്കുന്നതാണ്. അതെ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് CBT പോലെ എല്ലാം പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ അവസരങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഓക്കെ, സോ ഓഫ്ലൈൻ മോഡ് ഉണ്ട്. ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് കുട്ടികളെ ചൂസ് ചെയ്യുള്ളൂ. പിന്നെ MCQ ആണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. MCQ ആണ്. പിന്നെ ഇത്രയും ലാംഗ്വേജുകളിൽ എക്സാം എഴുതാൻ പറ്റുമെങ്കിലും കൂടുതൽ ആളുകളും അതിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമ്മൾ മിക്കവാറും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയായിരിക്കും കൂടുതൽ കുട്ടികളും എക്സാം എഴുതുക. മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മിക്കവാറും നമ്മൾ എല്ലാവരും ഇത്തരം സബ്ജക്റ്റുകളെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് എഴുതുന്നുണ്ടാകുക. അതുകൊണ്ട് അതിനകത്തൊന്നും കൺഫ്യൂഷൻ ഒന്നും വേണ്ടിയില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്നതാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വളരെ എളുപ്പത്തിൽ ഞങ്ങൾ ഇത് പറഞ്ഞുതരാം അല്ലെ? 3 പേപ്പേഴ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് പേപ്പർ ആയിട്ട് ലാംഗ്വേജ് ഉണ്ട്. സെക്കൻഡ് പേപ്പർ ആയിട്ട് 27 ഡൊമൈൻ സബ്ജക്റ്റുകൾ ഉണ്ട്. തേർഡ് പേപ്പറിലാണ് ജനറൽ എബിലിറ്റി അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് വരുന്നത്. ഇതിൽ 27 ഡൊമൈൻ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഇതെല്ലാം പഠിക്കണം എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാൻ, ചിലർക്ക് അറിയാത്തവർക്ക്. എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതൊക്കെ കോളേജ് പോകണോ അതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലെ, ഏത് കോളേജിലെ, ഏത് കോഴ്സാണോ പഠിക്കേണ്ടത് അതിനനുസരിച്ചുള്ള കോമ്പിനേഷൻസ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അത് തീർച്ചയായും നിങ്ങൾ ഇപ്പൊ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഉണ്ടാവും അല്ലേ? നമ്മളിപ്പോ പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഇന്നത്തോടുകൂടി കഴിയുമ്പോൾ നിങ്ങൾ അതും കൂടെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്
പഠിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. എന്താ നമ്മൾ ചാനൽ ലോഞ്ച് ചെയ്ത ഡേറ്റ് നല്ലതല്ല, എക്സാമിന്റെ നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റിന്റെ കുറച്ചുകൂടെ നേരത്തെ ആവായിരുന്നു എന്ന് കുട്ടികൾ പറയും. കാരണം പക്ഷെ നമ്മള് മക്കളെ എയ്ഗൺ ലോഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഈ അക്കാദമിക് ഇയറിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, എല്ലാം സെറ്റാണ്. അപ്പൊ നമ്മൾ ഈ വർഷത്തെ സ്റ്റാർട്ടിങ് ഇതാണ്. സോ ലാംഗ്വേജ് ഉണ്ട്, പറഞ്ഞ പോലെ ഡൊമൈൻ സബ്ജക്ട് ഉണ്ട്. അതായത് പ്ലസ് 2 സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമേ ഡൊമൈൻ സബ്ജക്ട് ഉള്ളൂ അല്ലെ. ക്ലാസ് 12ലെ കാര്യം പ്ലസ് 1 പഠിക്കേണ്ട, പ്ലസ് 2ലെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. NCERT തന്നെ ഫോളോ ചെയ്തോളാം. വളരെ ബേസിക് ആയിട്ട് NCERT തന്നെ നന്നായിട്ട് ഫോളോ ചെയ്തോളാം. നിങ്ങൾ ഇപ്പൊ പഠിച്ചിറങ്ങിയ സാധനം തന്നെ വെച്ച് ഫോളോ ചെയ്തോളാം. മറന്നുപോരുത്, നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഏത്? ജനറൽ നോളജ്. നമുക്ക് എല്ലാവർക്കും നല്ലോണം ഉള്ളതാണെന്നൊക്കെ തോന്നും, എന്നാലും നോക്കുക. അതിനകത്ത് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പോകും ക്ലാസ്സുകൾ. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂമറിക്കൽ എബിലിറ്റി. ഇപ്പം മാത്സ് ഇഷ്ടപ്പെടുന്ന മിക്കവാറും പ്ലസ് 2 നമ്മൾ ഇവിടെയുള്ള CBSE സിലബസിലാണെങ്കിലും സ്റ്റേറ്റ് സിലബസിലാണെങ്കിലും നമ്മൾ ഏറെക്കുറെ മാത്സ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് പഠിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് വലിയ പ്രശ്നം നമുക്ക് ഈ ഒരു ഏരിയയിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ 4 സംഗതികളും വളരെ ഭംഗിയായിട്ട് നമ്മളൊരു പാറ്റേണിൽ നീങ്ങിക്കഴിഞ്ഞാൽ, റീസണിങ് ആയാലും മെന്റൽ എബിലിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ഒക്കെ ആണെങ്കിലും അത് നമുക്ക് വളരെ വേഗം അതുമായിട്ടൊന്ന് പിടിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡാക്കി എടുക്കാം അല്ലേ സർ? അതെ, നമ്മൾ PYQ ഒക്കെ ചെയ്യും. മാക്സിമം ലൈവ് ക്ലാസ്സുകൾ തന്നെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങൾക്ക് CBT പോലുള്ള കാര്യങ്ങളും വരില്ല. അപ്പൊ നിങ്ങളൊന്നും പേടിക്കേണ്ട. കംപ്ലീറ്റ് സിലബസ് ഈ ജനറൽ ടെസ്റ്റിന്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പേപ്പേഴ്സ് നോക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനല്ല, പ്രാക്ടീസ് ചെയ്ത് സ്പീഡാക്കാണ് വേണ്ടത്. കുറച്ചും കൂടെ സ്പീഡ് ടൈമിനനുസരിച്ച് വേഗം ചെയ്തു പോകാനുള്ളൊരു ടെക്നിക്ക്, ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യലാണ്. നമ്മൾ പറയാറുണ്ട് ടീച്ചിങ് അല്ല കോച്ചിങ് എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യിക്കുക ചെയ്യാം. ഓക്കെ, അതിനുള്ള ഒരു സ്പേസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്. എക്സാം പാറ്റേൺ. അതെ, എക്സാം പാറ്റേൺ 3 പേപ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് സെക്ഷൻ ആൻഡ് തേർഡ്. ഇതിൽ ലാംഗ്വേജുകൾക്ക് അല്ലെ PR 50 ചോദ്യങ്ങളിൽ 40 എണ്ണം ചെയ്താൽ മതി. 45 മിനിറ്റ് ഉണ്ട് നിങ്ങൾക്ക്. 45 മിനിറ്റ്സ് രണ്ടാമത്തേതില് സെക്ഷനിൽ വരും, മറ്റേതില് 16 മിനിറ്റ്സ്. പക്ഷേ ഇതിൽ ഇവിടെ ഡൊമൈൻ സബ്ജക്റ്റിൽ ന്യൂമറിക്കൽസ് വരുന്ന ഡൊമൈൻ സബ്ജക്റ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 60 മിനിറ്റ് കിട്ടും. 45 അല്ല, 60 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് ഇപ്പൊ കെമിസ്ട്രി അല്ലെ, മാത്സ് ഇതൊക്കെ എടുക്കുന്ന കുട്ടികൾക്ക് ന്യൂമറിക്കൽസ് വരും. അതിൽ കണക്കുകളൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താ 60 മിനിറ്റ് കിട്ടും, 45 മിനിറ്റ് അല്ല. അങ്ങനത്തെ എക്സാം, അങ്ങനത്തെ ചോദ്യ പേപ്പറുകൾ, അതായത് ആ ഡൊമൈൻ സബ്ജക്റ്റിന് 60 മിനിറ്റ് ആണ്. കുറച്ചുകൂടെ ന്യൂമറിക്കൽ എഴുതാനുള്ള സമയം കൂടെ അവിടെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആ സമയം. പിന്നെ നേരത്തെ തന്നെ PR ഞാനും പറഞ്ഞു, നിങ്ങൾ ഓരോ കോളേജിലേക്കും ഓരോ കോമ്പിനേഷൻ ആണ് എഴുതേണ്ടത്, നല്ല കൊടുക്കേണ്ടത് എന്നുള്ളത്. മിനിമം 3 പേപ്പർ മുതൽ മാക്സിമം 6 പേപ്പർ ആണ് നിങ്ങൾ CUT എൻട്രൻസ് വേണ്ടി എഴുതേണ്ടത്. മാക്സിമം 6 ഡൊമൈൻ, അതേപോലെ ലാംഗ്വേജ്, അതേപോലെ ജനറൽ ടെസ്റ്റിങ്ങിന് 6 പേപ്പർ മാക്സിമം, മിനിമം 3 പേപ്പറാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. ഇനി PR കോളേജുകൾ ഒന്നുമില്ല. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ സ്വപ്നം കാണുന്ന ക്യാമ്പസുകൾ എന്ന് പറഞ്ഞാൽ ഒപ്പം തന്നെ നമ്മുടെ പല നേതാക്കളും അല്ലെങ്കിൽ പല എക്സ്പേർട്ടുകളും പല രീതിയിൽ നമ്മുടെ രാജ്യത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള പലരും പഠിച്ചിറങ്ങിയ അവർ അലൂമിനി ആയിട്ടുള്ള കോളേജുകളിലേക്കാണ് നിങ്ങൾ CUT-യിലേക്ക് കയറി പോകാൻ പോകുന്നത്. അതില് അങ്ങനെയുള്ള കോളേജുകളുണ്ട്, അങ്ങനെ കേട്ടറിഞ്ഞ ഒരുപാട് കോളേജുകളുണ്ട്. പക്ഷെ ഒപ്പം തന്നെ പുതിയ വന്ന ഒരുപാട്, ഞാൻ പറയുന്നു ഗവൺമെന്റ് സെക്ടറിൽ മാത്രമല്ല കുട്ടികളെ, പ്രൈവറ്റ് സെക്ഷനിലുള്ള പല കോളേജുകളും ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഒക്കെ നമുക്ക് അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് നല്ല ക്യാമ്പസുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്കുള്ള ഒരു വാതിലാണ് ഇവിടെ തുറക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോവാം. അതിൽ PR ഒരു കാര്യം പറയേണ്ടത്, ഇതിൽ ഫോറിൻ ഇമ്മേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ വിദേശത്തുള്ള കുട്ടികൾ നിങ്ങളെ കൂടെ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് വലിയൊരു രീതിയിലുള്ള എക്സ്പോഷർ ഒക്കെ കിട്ടും. സാധാരണ ഒരു കോളേജിൽ പഠിക്കുന്നതിനെക്കാട്ടും നമ്മളെ കൂട്ടുകാരൻ ചിലപ്പോൾ പുറത്തുള്ള രാജ്യക്കാരനായിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു എക്സ്പോഷർ ആണ് നിങ്ങൾക്ക് എന്താ പറയുക ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളൊക്കെ കിട്ടാൻ പോകുന്നത്. അല്ല, നമ്മുടെ ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്താ പറയുക, നമ്മളെപ്പോഴും നമ്മൾ കേട്ടില്ലേ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മളെ നാട്ടിൻപുറത്ത് നമ്മൾ ചെറുതാണെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളാണ് പലരും. അതിൽ നിന്ന് നമ്മൾ മാറേണ്ടത്, നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾ ഇതിനകത്ത് ഒരു കാര്യം എന്താ അറിയോ, ഇപ്പോ നിങ്ങൾ ജാമിയ മില്ലിയ അല്ലെ JNU, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ക്യാമ്പസുകളെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കുക. പറ്റുമെങ്കിൽ പോയി നോക്കാന്നാ നമ്മൾ പറയാറ്. അല്ലെങ്കിൽ അതിന്റെ ക്യാമ്പസ് വിസിറ്റിന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവിടെയാണ് നമ്മൾ എത്തുന്നത്. അതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന എക്സ്പോഷർ എത്രയാണ്, നമ്മൾ എത്രത്തോളാണ് സക്സസ്ഫുൾ ആവുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു സ്വപ്നം, നമ്മൾ എന്താണ് സ്വപ്നം കാണേണ്ടതെന്ന് പറയില്ലേ, അപ്പൊ അത് ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക്
പോവാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കണം. പിന്നെ PR കുറെ എക്സാമ്പിൾ പറഞ്ഞു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മൻമോഹൻ സിംഗ് അല്ലെ, നമ്മുടെ പൊളിറ്റീഷ്യൻസ് സുഷമ സ്വരാജ്, അതേപോലെ ഷീലാ ദീക്ഷിത്, ഇവരൊക്കെ പലരും ഒരുപാട് എണ്ണിയാൽ അതുപോലെ അത്രയും ക്രിക്കറ്റേഴ്സ്, ഡിപ്ലോമാറ്റ്സ്, റൈറ്റേഴ്സ് ഒക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിങ്ങൾ JNU പ്രൊഡക്റ്റുകളൊക്കെയാണ് അല്ലെ. ജാമിയ മില്ലിയ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ടിസ് എന്നൊക്കെ പറയുന്നത്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്നത് എന്താ പറയാ, അത്രയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ എന്താ ഈ NGOയിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു കോളേജാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, മുംബൈ അല്ലെ. അതേപോലെ തുൽജാപൂര്, ഹൈദരാബാദിലൊക്കെ അവർക്ക് ക്യാമ്പസ് ഉണ്ട്. ഇതിൽ മറ്റൊരു ഡൗട്ടാണ് പലർക്കും, ഈ ICAR എന്ന് പറയുന്നതിൽ നമുക്ക് ഇതിനകത്താണോ എടുക്കുക അല്ലെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ട്. പക്ഷെ ICAR ഓൾ ഇന്ത്യ കോട്ടയില് സെലക്ഷൻ വരുന്നത് CUT എന്നാണ്. അത് പലർക്കും അറിയാത്തതാണ്. ഓൾ ഇന്ത്യ കോട്ട കംപ്ലീറ്റ് അയക്കേണ്ടത് QET വഴിയാണ് പോകുന്നത്. അല്ലാണ്ട് സെപ്പറേറ്റ് സ്റ്റേറ്റ് വൈസ് എൻട്രൻസുകൾ ഉണ്ട് അഗ്രികൾച്ചർ കോളേജുകളിലേക്ക്. പക്ഷെ ഓൾ ഇന്ത്യ കോട്ട കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യുന്നത് CUT എൻട്രൻസ് വഴിയാണ്. ICAR നമുക്ക് സെപ്പറേറ്റ് തന്നെ സാർ നിങ്ങളോട് പറഞ്ഞുതരും. വളരെ കൃത്യമായിട്ട് കോഴ്സുകൾ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുതരും. ഇത് പല യൂണിവേഴ്സിറ്റീസിനെയും നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ ക്യാമ്പസിൽ പോകണമെന്ന്, നിങ്ങൾ ലോഗോ നോക്കുക. ക്യാമ്പസിലേക്ക് പോകാനുള്ള ഒരു ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇതിന്റെ ലോഗോസിന്റെ ട്രഡിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും തഴക്കവും പഴക്കവും അത്രയും എന്താ പറയാ, അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് ആണ് എല്ലാം. അതിൽ പ്രത്യേകിച്ച് പറയേണ്ട എല്ലാം. എന്നാലും യൂണിവേഴ്സിറ്റി അലഹബാദ് ആണെങ്കിലും അലിഗഡ് ആണെങ്കിലും എല്ലാം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ എണ്ണം പറഞ്ഞ നമ്മൾ എന്താ പറയാ അത്രയും ഉഷാറായിട്ടുള്ള ക്യാമ്പസുകളിലേക്കാണ്. JNU, ICAR, അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഉദ്ദേശം, വേറൊന്നുമല്ല. ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ പറഞ്ഞല്ലോ PR 17 മുതൽ 20 ലക്ഷം വരെ ആപ്ലിക്കൻസ് ഉണ്ട്. അതിൽ 4 ലക്ഷത്തിലധികം കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൈം എലൈറ്റ് യൂണിവേഴ്സിറ്റി ആണ്. അതിനണ്ടറിൽ ഇത്രയും ഇതൊന്നല്ല, അതിൽ തന്നെ ഏറ്റവും സോർട്ട് ആഫ്റ്റർ ആയിട്ടുള്ള കോളേജുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഡൽഹി സെയിന്റ് സ്റ്റീഫൻസ്, ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, ലേഡി ശ്രീറാം, ഹൻസരാജ് കോളേജ്, ഗാർഗി അല്ലെ, അതേപോലെ എന്താ ഹിന്ദു കോളേജ് എന്നൊക്കെ പറഞ്ഞ് മിറാണ്ട ഹൗസ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ ഷീലാദി. പിന്നെ യദു സാറേ, നമ്മള് കുട്ടികൾ ഈ സിവിൽ സർവീസ് ഒക്കെ സ്വപ്നം കാണുന്ന കുട്ടികൾ, നമുക്ക് ഇവിടെ പ്രൊവിഷൻസ് ഇല്ലെന്നല്ല കുട്ടികൾ, എന്നാലും പലപ്പോഴും നമ്മൾ കുട്ടികൾ പോകാറുള്ളത് ഇത്തരം യൂണിവേഴ്സിറ്റികളിലൂടെ തന്നെയാണ്. അപ്പൊ അത് അത്തരം സ്വപ്നങ്ങളിലേക്ക് ചേക്കേറാനുള്ള അല്ലെങ്കിൽ കയറി പോകാനുള്ള കോളേജുകളാണ് നിങ്ങളോട് എഴുതി കയറി വരാൻ വേണ്ടിയിട്ട് പറയുന്നത്. അത് മാത്രമല്ല PR ഇവിടെ നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റുകൾ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയല്ലേ, ശ്രീറാം കോളേജ് ഓഫ് കോമേഴ്സ് ഒക്കെ ആണെങ്കിൽ BCom വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന കോളേജാണ് ശ്രീറാം കോളേജ് ഓഫ് കോമേഴ്സ്. കിട്ടാനും പാടാണ്. പക്ഷെ ഇപ്പൊ QET വന്നതിനെ കൊണ്ട് QET നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്റർവ്യൂ കോൾ എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ല, ഇതിനകത്ത് ഒരു കാര്യമുണ്ട് കേട്ടോ, എക്സാം മാത്രമല്ല ഇന്റർവ്യൂ ഉണ്ട്. അത് മറന്നു വരുന്നത് കംപ്ലീറ്റ് എക്സാം അല്ല, അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ, ഒരു എന്താ പറയാ ഇൻ പേഴ്സണൽ മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ICAR അല്ലെ, ഇന്ത്യൻ അഗ്രികൾച്ചർ നോക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡൊമൈൻ പേപ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. അവർക്ക് പേപ്പർ 1 പേപ്പർ 3 ജനറൽ ടെസ്റ്റ് ഒന്നുമില്ല, ഡൊമൈൻ സബ്ജക്റ്റുകൾ മാത്രം എഴുതിയാൽ മതി. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇനി എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറിൽ തന്നെ എഞ്ചിനീയറിംഗ് നോക്കുന്ന ആളുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ആ ഒരു കോമ്പിനേഷൻ ആണ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ അഗ്രികൾച്ചറിൽ പഠിച്ച കുട്ടികൾക്ക് അഗ്രികൾച്ചർ വെച്ചിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ 2 കോമ്പിനേഷൻ ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അത് രണ്ടും നമ്മൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് തരും. അല്ല, അതിനകത്ത് തന്നെ BSc ഓണേഴ്സും ഉണ്ട്. പലതും ഫോറസ്ട്രി ആണെങ്കിലും പിന്നെ കമ്മ്യൂണിറ്റി സയൻസ് ആണെങ്കിലും ഫുഡ് ന്യൂട്രീഷൻ ആണൊക്കെ, ഇതൊക്കെ ഒരുപാട് സാധ്യതകളുള്ള കോഴ്സുകളാണ്. ഇഷ്ടംപോലെ ഉണ്ട്. കോഴ്സുകളെ കുറിച്ചൊന്നും നമ്മളിപ്പോ അധികം പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ബിടെക് കോഴ്സ് ഉണ്ട് കേട്ടോ, 4 വർഷത്തെ ഓണേഴ്സ് ഉണ്ട്, നോർമൽ ഡിഗ്രി ഒക്കെ ഉണ്ട്, ICAR അല്ലെങ്കിൽ ICAR. ബിടെക് ഒക്കെ അവിടെ ഉണ്ടെന്ന് പലർക്കും അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലതൊന്നും നമ്മള് കോളേജുകളിൽ എന്താ കോഴ്സുകൾ എന്ന് പോലും പലപ്പോഴും നമ്മൾ നോക്കാറില്ല. ഓക്കെ, അപ്പൊ ഇനിയാണ് ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഇനി അങ്ങോട്ട് നാളെ മുതൽ നമ്മുടെ ടൈം ടേബിൾ എന്താണ് ഇന്ന് എക്സാം അപ്ലൈ ചെയ്ത് 9:50 അപ്ലിക്കേഷൻ കഴിഞ്ഞാൽ നാളെ തൊട്ട് നമ്മളെ പരിപാടി തുടങ്ങാണ്, നമ്മളെ ലൈവ് തുടങ്ങാണ്. ഇതില് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെരുന്നാൾ വരാനുണ്ട്, വിഷു വരാണ്ട്, ഈ ആഘോഷങ്ങളിൽ പെട്ടുപോകരുത്. നമ്മളൊരു 10-ാം തീയതി വരെയുള്ള ജസ്റ്റ് ഒരു ടൈം ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽഡ് ടൈം ടേബിൾ നിങ്ങളെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾ അറിയിക്കും. യൂട്യൂബില് പോസ്റ്റർ ആയിട്ടും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയൊക്കെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിട്ടുപോകാതെ നിങ്ങളെ മുന്നിലേക്ക് എത്തിയിരിക്കും. ഉറപ്പായിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പിന്നെ അതിനകത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ക്ലാസ്സുകളും നിങ്ങൾക്ക് തരും. നിങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്ന ക്ലാസ്സുകളും കൂടെ അതിന്റെ കൂടെ ഉണ്ടാവും. ഒപ്പം നിങ്ങൾ ആവശ്യപ്പെടുന്ന ടോപ്പിക്കിനകത്തുള്ള ഡൗട്ട് ക്ലിയറൻസ് നമ്മൾ തരും. ഇതിനൊന്നും യാതൊരു സംശയമില്ല. കാരണം ഈ 45 ഡേയ്സ് കൊണ്ട് നമ്മൾ 100% നമുക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കണം ഈ ഒരു കോഴ്സ്. ഞങ്ങൾ പറയും, ഞങ്ങൾ ചെയ്യുന്നുണ്ടാ, ഞങ്ങൾക്ക് ഒരു സിലബസും ടൈം ടേബിളും ഉണ്ടാവും, ഇല്ലെന്നല്ല. അതിന് അഡീഷണൽ ആയിട്ട് മക്കൾ ചോദിക്കുമ്പോൾ ഇന്ന ലൈവ് വേണം, ഇന്ന ടോപ്പിക് വേണം, ഉറപ്പായിട്ടും അത്
ഏഗൺ റെഡി ആക്കി തരും, സംശയമൊന്നുമില്ല. നമ്മളിത് ഒരു 5 ദിവസത്തെ ടൈം ടേബിൾ ആണ് ഇപ്പൊ ഇവിടെ ഷോ ചെയ്യുന്നത്. മുഴുവൻ വെച്ച് നമ്മൾ ഇവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഇതിനകത്ത് സാറ്റർഡേ നമ്മൾ തുടങ്ങുന്നത് ജനറൽ നോളജിൽ തന്നെയാണ്. ജനറൽ നോളജിൽ യദു സാറ് തന്നെയാണ് നല്ല അടിച്ചു പൊളിച്ച് ജനറൽ നോളജ് നിങ്ങളുടെ മുമ്പിൽ ആദ്യത്തെ ദിവസം കൈ തരും. അതിൽ അവിടെ നിൽക്കില്ല, ജനറൽ നോളജ് കുറെ ദിവസം വേണ്ടി വരും. നമുക്ക് നോക്കാം. സമയം മറക്കണ്ട, നാളെ രാത്രി 7:30 കേട്ടോ. 7:30 PM ആണ്. നമ്മൾ ഈ 10-ാം തീയതി നമ്മൾ പെരുന്നാൾ കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, അത് നിങ്ങൾ അറിയിക്കും. ഓക്കെ, ഇപ്പൊ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് രാത്രി നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മൾ ലൈവ് തുടങ്ങുന്നത്. എല്ലാവർക്കും എന്താ പറയുക ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൈമിലാണ് നമ്മൾ ലൈവ് വെച്ചിട്ടുള്ളത്. പെരുന്നാൾ വരെ നമ്മൾ ഒരു സെഷൻ മാത്രമേ ഉള്ളൂ. അതെ, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2 സെഷനിലേക്കൊക്കെ പോകും. അപ്പൊ പിന്നീട് നമ്മൾ കെമിസ്ട്രിയിലേക്ക് പോകും, ഇംഗ്ലീഷ് വരുന്നു, റീസണിംഗിൽ വരുന്നു അല്ലെ, ഞാൻ പറഞ്ഞു നേരത്തെ റീസണിംഗിൽ വരുന്നു, പിന്നെയും ബയോളജി. അപ്പൊ ഇങ്ങനെ സയൻസ് സബ്ജക്റ്റുകളും ഇത്തരം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ പേപ്പറും ക്ലാസ് ആണ്. ഇപ്പൊ 3 പേപ്പറിലെ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ചാനൽ തുടങ്ങി നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ തയ്യാറാണെങ്കിൽ, ഫുൾ ടൈം വേണമെങ്കിൽ, അത്രയും സമയം വേണമെങ്കിൽ നിങ്ങളോടൊപ്പം ഏഗൺ ടീം, ഏഗൺ ലേണിംഗ് നിങ്ങളോടെ ഉണ്ടാവും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പൊ പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ ഡിസൈഡ് ചെയ്യാം അല്ലെ. ഇത്രയൊക്കെ പറയാനുള്ളൂ, എങ്കിലും ചെയ്യാൻ ഒരുപാടുണ്ട്. പറച്ചൽ ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. നമുക്ക് ചെയ്താണ് പറയുന്നതിനപ്പുറത്ത് ചെയ്യും. അങ്ങനെ തന്നെയാണ്, പറയുന്നത് കുറച്ചേ പറയാറുള്ളൂ. നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അത്രയും എന്താ പറയാ, ഒരുപാട് സർപ്രൈസുകൾ ഇവിടെയും കാത്തിരിക്കുന്നു. ഉറപ്പായിട്ടും. അപ്പൊ മക്കളോട്, പാരന്റ്സിനോട് പ്രത്യേകിച്ചും മക്കളുടെ സ്വപ്നങ്ങള് തടഞ്ഞു പോവാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സ്റ്റാർട്ടിങ് പറയുന്നതാണ്. ഇതിനകത്ത് ഒരുപാട് ടീം, ഇതിന്റെ കൂടെ ടീച്ചേഴ്സ് കയറി വരാനുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഒരു പ്രതിനിധികൾ മാത്രം, വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഒരുപാട് ആളുകളുള്ള ഒരു വലിയൊരു ശൃംഖല. ഇതിനകത്ത് ഒറ്റ കാര്യം കൂടെ, നമ്മുടെ ഏഗന്റെ ഒപ്പം ഈ ഒരു CUT പോലെയുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ടീംമേറ്റ്സ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് റിസൾട്ടുകൾ, ബാങ്ക് POസിനകത്തും എല്ലാത്തിനകത്തും ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടീംമേറ്റ്സ് അക്കാദമിയും കൂടെ അതിന്റെ ഫാക്കൽറ്റി ലൈനപ്പും കൂടെ നമ്മളോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ വലിയൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ മെയ് 15 വരെ അല്ലെ, ഈ ഒരു 10-40 ദിവസത്തോളം നമ്മളെ കൂടെ വിശ്വസിച്ച് ഞങ്ങളെ കൂടെ നിൽക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവില്ല പിയാറെ. അപ്പൊ കുട്ടികളെ, ഒരുപാട് മക്കളെ, ഒരുപാട് ആശംസകൾ. സന്തോഷത്തോടെ ആഘോഷവും ഒപ്പം പഠിച്ചും മുമ്പോട്ട് പോവാം. താങ്ക് യു സർ. ഓക്കെ.